ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് അവിടെ വന്നിട്ട് ജസ്റ്റിസ് ആണ്. അപ്പം ഒരു നീതി നടപ്പിലാവുന്ന ദിവസം എന്നാണ് കേട്ടോ. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ആവുന്നു, ഒരു നീതി നടപ്പിലാവുന്നു എന്നുള്ളതാണ്. ഇനി കേസ് അങ്ങനെ എന്തെങ്കിലും പോലീസ് കേസുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കേസുകളോ അങ്ങനെ എന്തെങ്കിലും കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലാകും, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും എന്നുള്ളതാണ് കാർഡ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നൊരു വിധി നിർണ്ണയമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊരു കർമ്മ ക്ലിയറൻസിൻ്റെ ദിവസമാണ്. അപ്പോൾ കാർമികാട്ടിൽ എന്തോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. അതായത് കാർമികാട്ടിലൊരു സിറ്റുവേഷൻ എൻഡപ്പായി പോകുന്ന പോലെയാണ്, അവിടെ നീതി നടപ്പിലാവുന്നു എന്നുള്ളൊരു കാർഡാണ് ജസ്റ്റിസ് കാർഡ് വന്നേക്കുന്നത് കേട്ടോ. അതാണ് ഫസ്റ്റ് കാർഡേ. അതായത് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു എന്നാണ് കേട്ടോ. ഒരു പുതിയ തുടക്കമാകാം, ഒരു പുതിയ ജോലിയായിരിക്കാം, ഒരു പുതിയ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരുന്ന എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതായത് നിങ്ങൾ കുടുങ്ങിക്കിടന്ന ഒരു കർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് മാറി അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾക്ക് മറ്റൊരു തലത്തിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ് ജസ്റ്റിസ് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാത്തിരുന്ന അല്ലെങ്കിൽ ഇതൊരു കാർമിക് സിറ്റുവേഷനാണ്. അതായത് പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടതും അതില്ലാത്ത അവസ്ഥയും നിങ്ങൾ അനുഭവിക്കേണ്ടതായതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പണം കടം വാങ്ങിച്ചിട്ട് ആ പണം തിരിച്ചു തരാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാവുന്ന വേദന, അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോഴുള്ള വേദന നിങ്ങൾ അറിയേണ്ട ഒരു കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങൾക്കത് കിട്ടാതിരുന്നത്. ഇത് കുറേ നാളായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടാതിരുന്ന ഒരു കാര്യമാണ്, അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. മോസ്റ്റ്ലി ഇത് പണമാണ്. അതിനുശേഷം പണം മാത്രമല്ല, മൂല്യമായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള എന്ത് സാധനമായിരിക്കാം കേട്ടോ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില വാല്യുബിൾ തിങ്സ് ആയിരിക്കാം, ഗോൾഡ് ഓർണമെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കാം, അങ്ങനെ ആവാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ലോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോൺ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ നീണ്ടു പോയിട്ട് നിങ്ങൾ അതിൽ കിട്ടാതിരിക്കുമ്പോൾ അനുഭവിക്കുന്നൊരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിൻ അനുഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അതായത് ഒരു ഗുഡ് എമൗണ്ട് ഓഫ് മണി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, പക്ഷേ അത് കയ്യിലേക്ക് കിട്ടുന്നത് സമയം കൊണ്ട് നിങ്ങൾ കുറേ പണങ്ങൾ പഠിക്കണമായിരുന്നു. ആ പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഇത് കടം കൊടുത്ത പണമായിരിക്കാം, ലോൺ വെച്ച പണമായിരിക്കാം, ചിലപ്പോൾ ചിട്ടി പിടിച്ചിട്ട് അത് കയ്യിലോട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ചിട്ടി അടിച്ചിട്ടുള്ളവർക്ക് അത് ജാമ്യമൊക്കെ കൊടുത്ത് അത് കിട്ടുന്നതായിരിക്കാം, ലോൺ വെച്ചിട്ടുള്ളവർക്ക് അത് പാസ്സാവുന്നതായിരിക്കാം, ഗോൾഡോ എന്തെങ്കിലും പണയം വെച്ചിട്ടുള്ളവർക്ക് അത് തിരിച്ചെടുക്കുന്നതായിരിക്കാം, അതല്ല പണം കടം കൊടുത്തിട്ട് കിട്ടാത്തവർക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവർക്ക് അത് തിരിച്ചു കിട്ടുന്നതും ആയിരിക്കാം. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഒരു വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ വിശ്വാസക്കുറവോ ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ട് തമ്മിൽ അകന്നു പോയിട്ടുള്ള ആളുകൾ തമ്മിൽ വീണ്ടും കണക്റ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ, നിങ്ങൾക്ക് പരസ്പരം ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവിടെ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അകന്നു പോയിട്ടുള്ള ആളുകളിലേക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. ദെൻ ഹെർമിറ്റാണ്. ഇതൊരു സ്റ്റക്ക് എനർജിയാണ്, ഒരു വല്ലാത്ത ഒറ്റപ്പെട്ട പോലെ തോന്നുക, മൂഡ് സ്വിങ്സ്, അതുപോലെ മൊത്തത്തിലൊരു സ്റ്റക്ക്നെസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇഷ്ടം ഉണ്ടാവത്തില്ല, ഒറ്റയ്ക്കിരുന്നാൽ മതി എന്ന് തോന്നാൻ സാധ്യതയുണ്ട്, വല്ലാത്ത മൂഡ് സ്വിങ്സ് തോന്നാൻ സാധ്യതയുണ്ട്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കരച്ചിൽ വരിക, അങ്ങനെയുള്ള എനർജിയൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് തന്നെ നോക്കുക, ആത്മപരിശോധന ചെയ്യാനാണ്, സത്യം അന്വേഷിക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ സത്യം എന്താണ്, ഞാൻ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്,
എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ ഒരു ആത്മപരിശോധന നടത്തുന്നതും സത്യാന്വേഷണം നടത്തുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കാർഡാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഒറ്റപ്പെട്ട പോലെയും സ്റ്റക്കായതുപോലെയൊക്കെ വല്ലാതെ ഫീൽ ചെയ്യും. ഒറ്റപ്പെടലാണ്, മോസ്റ്റ്ലി അത് ഒറ്റപ്പെടലാണ്. പിന്നെ ഇത് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സ്പിരിച്വലി വളരെ ഗ്രോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ സോളിൻ്റെ ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്നേ ദിവസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും നല്ലതായിരുന്നോ എന്ന് നിങ്ങൾ ഇന്ന് അത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് വീണ്ടും ആലോചിക്കുന്നുണ്ടാവും. എടുത്ത തീരുമാനങ്ങളായിരിക്കാം, ആ തീരുമാനങ്ങൾ ശരിയായിരുന്നോ, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആത്മപരിശോധന ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതും നിങ്ങൾ മറ്റുള്ളവർക്ക് ഗുരു ആകുന്നതും നിങ്ങൾക്ക് ഒരു ഗുരുവിനെ കിട്ടുന്നതും ആകാം. നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങളുടെ ഗുരുവായി എടുക്കുന്നതും ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഹെർമിറ്റ് എനർജി പറയുന്നത്. മൊത്തത്തിലൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതായിട്ടും സ്പിരിച്വലി നിങ്ങൾക്കൊരു അവേക്കനിങ് കിട്ടുന്നതായിട്ടും ഒറ്റപ്പെട്ട ഫീലിംഗ് തോന്നുന്നതായിട്ടും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്, വല്ലാത്ത ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ സ്പിരിച്വലി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ഒരു ജേർണിയിലാണുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഹെർമിറ്റ് എനർജി പറയുന്നത്. 3 ഓഫ് കപ്പ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് കമൻറ്റ് വളരെ മാന്യമായ ഭാഷയിലിടാം. ഇതിനെ കമൻറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാർഡുകൾ റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ പോകൂ. ആരും വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുന്നില്ലല്ലോ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങളിത് ലീവ് ചെയ്ത് പോവുക. നിങ്ങൾ പിന്നെ അതിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല, ഇതിലോട്ട് വന്ന് ഈ വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ യു ക്യാൻ ഗോ. അല്ലാതെ വന്നിരുന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കില്ല. കാരണം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നിടത്തുനിന്ന് വീഡിയോസ് കാണുക, അത്രേ ഉള്ളൂ കേട്ടോ. വെറുതെ കമൻറ്റുകളിട്ട് നമ്മുടെ ഒരു ദിവസവും കളയും. അത് വായിച്ചിട്ട് നമ്മൾ വെറുതെ ആയിരിക്കും. ഒരു വാക്കുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് വാക്കാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇടുന്നൊരു കമൻറ്റ് കണ്ടിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ മാത്രമല്ല, ഭയങ്കര പെയിൻ ഉണ്ടാവും. ഞാൻ ആ വ്യക്തി അറിയത്തുപോലും ഇല്ല, പിന്നെ എന്തിനാണ് അയാൾ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്തിട്ട് നമുക്ക് ആ വ്യക്തി ഓർത്തിട്ട് നമുക്ക് വിഷമം തോന്നുന്നൊരു എനർജി, ആ ഒരു ഫുൾ ഡേ പോവുക. എന്തിനാണത്? അതുകൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ യു ജസ്റ്റ് ഗോ. പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണാം. ഓക്കെ, അങ്ങനെ ചെയ്യണേ. അല്ലാതെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ചീത്ത വിളിക്കുന്ന അത്ര നല്ല സ്വഭാവമല്ല. ഓക്കെ, ദെൻ 3 ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഇത് ഹെർമിറ്റും 3 ഓഫ് കപ്പ് ഒരുമിച്ച് വരുമ്പോൾ മൂന്നാമതുള്ള ആളുകളുടെ സാന്നിധ്യം കാരണം റിലേഷൻഷിപ്പുകൾ സ്റ്റക്കാവുന്നതാണ്. അതായത് മറ്റുള്ള ആളുകളുടെ എനർജി, ഒരു ബന്ധം, അതിപ്പോൾ 2 പേര് തമ്മിലുള്ള ബന്ധം, അതെന്ത് ബന്ധമായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് ബന്ധമായിക്കോട്ടെ, അതിലേക്ക് മൂന്നാമതൊരാളുടെ എനർജി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ മൂന്നാമതൊരാളുടെ പേര് പറഞ്ഞോ മൂന്നാമതൊരാളുടെ എനർജി കൊണ്ടോ സ്റ്റക്നെസ് ഉണ്ടാകുന്നൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയും നമ്മൾ. അങ്ങനെ ഒരു എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല എങ്കിൽ 3 ഓഫ് കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗമാവുന്നതാകാം, നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാവാം, നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ചില്ല് ചെയ്യുന്നതാവാം, നിങ്ങൾ കൂട്ടുകാരെ ഒരുമിച്ച് കാണുന്നതും കൂട്ടുകാരെ ഒരുമിച്ച് കറങ്ങാൻ പോകുന്നതോ ഒരുമിച്ച് താമസിക്കുന്നതോ ഒരുമിച്ച് ചില്ലൗട്ട് ചെയ്യാൻ പുറത്ത് പോകുന്നതോ ഒക്കെ ആവാം. ഒരു സെലിബ്രേഷൻ്റെ കാർഡാണിത്. ജോയ്, കമ്മ്യൂണിറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പാർട്ടിയിലോ മറ്റോ പങ്കെടുക്കുന്നുണ്ടാവും, കൂട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, കൂട്ടുകാരോടൊപ്പം ഗ്യാതറിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലൊക്കെ ഒരു എനർജിയാണ് 3 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഹെർമിറ്റും 3 ഓഫ് കപ്പും വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മൂന്നാമതുള്ള ആളുകളുടെ പേരിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എനർജീസ് കൊണ്ട് റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോകുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ പൈസ കൊടുത്തിട്ടേ തിരിച്ചു കിട്ടാത്ത എനർജിയോ അല്ലെങ്കിൽ പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർമിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ മൂന്നാമതുള്ള ആളുകളുടെ എനർജി ഉണ്ട് കേട്ടോ. അവിടെ ജസ്റ്റിസ്, നൈറ്റ് ഓഫ് പെനക്കിൾസ്, ഹെർമിറ്റ്, 3 ഓഫ് കപ്പാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാർമിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ പൈസ നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ദെൻ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ പണം മക്കൾക്ക് വേണ്ടിയിട്ട്
പ്രത്യേകിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം, മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്നതായിരിക്കാം. മോസ്റ്റ്ലി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അതുപോലെ വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക. വീട്, അതായത് നമ്മൾ പാരമ്പര്യം അല്ലെങ്കിൽ പരമ്പരാഗത സ്വത്ത് എന്നൊക്കെ പറയുന്നത്, നമ്മൾ വെക്കുന്ന ഒരു വീടെന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരുപാട് തലമുറയ്ക്കുള്ള ഒരു പാരമ്പര്യ സ്വത്താണത്. അപ്പോൾ ആ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര, അല്ലെങ്കിൽ ആ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വീടിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പണത്തെയും നമ്മുടെ സമയത്തെയും നമ്മുടെ കയ്യിലുള്ള പണം വേണ്ട രീതിയിൽ പരിപാലിച്ച് കൈകാര്യം ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു വർക്കിംഗ് മദർ, അതായത് വളരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയാണ്. അവർ വീടിന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ പണം സ്വരുക്കൂട്ടി വെക്കുന്നതോ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ചുറ്റി കൂടുന്നതോ അങ്ങനെയുള്ള എന്തോ ഒരു എനർജി കാണുന്നുണ്ട്. കൂടാതെ കുറച്ച് പേർക്ക് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പണം ആവശ്യമാണ്, പക്ഷെ അത് കയ്യിൽ കിട്ടുന്നില്ല, അതെപ്പോൾ കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് അതാണ് പറയുന്നുണ്ട്. തൈറോയ്ഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഹോർമോണൽ ചേഞ്ച് വരുവേ, നല്ല എന്താണ് ഈ മൂഡ് സ്വിങ്സ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾസ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ മധ്യസ്ഥ ചർച്ചയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതായിരിക്കാം. മോസ്റ്റ്ലി ഇത് പഠിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഗെയിൻ കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരു ഗുരുവിൻ്റെ കീഴിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതാകാൻ സാധ്യതയുണ്ട്. പിന്നെ 2 പേരുടെ ബന്ധത്തിനിടയിൽ മൂന്നാമതൊരാൾ മധ്യസ്ഥനായിട്ട് നിന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്ന പരിഹാരത്തിന് മധ്യസ്ഥനായിട്ട് മൂന്നാമതൊരാളെ വെക്കുന്നതാവാം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് 3 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ കുറച്ചൊന്ന് കരുതിയിരിക്കേണ്ട സമയമാണ്. കാരണം മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ പുതിയതായിട്ട് ആളുകൾക്കിടയിൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പുതിയ ഒരഭിപ്രായമായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ആളുകളോട് നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായം പറയുന്നതായിരിക്കും. ഇതൊരു കോൺസ്പിരസിയുടെ ഒക്കെ കൂടെ കാർഡാണ്. നിങ്ങൾ അറിയുന്നുണ്ടാവത്തില്ല, നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിങ്ങൾക്കെതിരെ കോൺസ്പയർ ചെയ്യുന്നുണ്ടാവാം, ഗൂഢാലോചന നടത്തി നിങ്ങളെക്കുറിച്ച് മോശം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ കാണുന്ന ഒന്നുമല്ല ലോകം, ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അങ്ങനെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നതല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. മോസ്റ്റ്ലി വർക്ക് പ്ലേസ് ആണേ. നെക്സ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വരുന്ന ദിവസം എല്ലാം 7 ഓഫ് പെൻറ്റക്കിൾസും വരും. അത് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കേട്ടോ. പണത്തിന് ആവശ്യം വരികയും ആ പണം നമ്മുടെ കയ്യിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളത് എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന എനർജിയാണ്. ഇത് ലോങ് ടേം വ്യൂവിലേക്കാണ്. അതായത് നമ്മൾ പണമൊക്കെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറേ നാളത്തേക്കായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഇതെപ്പോൾ കിട്ടും എന്ന് വിചാരിക്കത്തില്ലേ, ആ ലോങ് ടേം വ്യൂവിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ ചിട്ടിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ എടുക്കാതിരുന്നിട്ട് അവസാനം അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. എന്തായാലും പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് പണത്തിന് വേണ്ടിയാവാം, ചിലപ്പോൾ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. ഒരു ആള്, അതായത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലൈഫിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളിലേക്ക് ഇനി വരാനുള്ളത്, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ യൂണിയനിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില മനുഷ്യരുമായിട്ട് ബന്ധം ഉണ്ടാക്കും, ഈ ജന്മത്തിൽ ബന്ധം ഉണ്ടാക്കും, അവർക്ക് റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യത ഈ ജന്മം കുറവാണ്. കാരണം ഇവർ സോൾമേറ്റ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇനിയൊരു റീയൂണിയൻ ഉണ്ടാകുന്നത് സോൾസ് തമ്മിലാണ്. അപ്പോൾ ഈ ജന്മം ആയിരിക്കത്തില്ല അവർക്കൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയില്ല, അടുത്ത ജന്മമായിരിക്കും ചിലപ്പോൾ അത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ സ്പിരിച്വലി ആണ് റീയൂണിയൻ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്യുന്നതാവാനും സാധ്യതയുണ്ട്. അതായത് തമ്മിലൊരു സെപ്പറേഷനൊക്കെ വന്ന് മാറിപ്പോയിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു സെപ്പറേഷനാണ്, വെയിറ്റിംഗ് എനർജിയൊക്കെയാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എംപററാണ്. ഇവിടെ കുറച്ചൊരു ഈഗോയിസ്റ്റ് ആണ്. അതുപോലെ ഈഗോയിസ്റ്റ് ആണെന്ന് മാത്രമല്ല കുറച്ചൊരു സ്ട്രക്ചറൊക്കെ വേണം, ലൈഫിൽ കുറച്ച് സ്ട്രക്ചർ വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ലൈഫിനെ കുറിച്ച് കുറച്ചും കൂടെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ടല്ല പോകുന്നത്, അല്ലാതെ ഒരു ഓർഡറിലല്ല പോകുന്നതെന്ന് തോന്നുക, അതൊന്ന് ഓർഡർ ആക്കണമെന്ന് തോന്നുക, അതിനൊരു പ്രോപ്പർ ഫങ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുക, ആ ഒരു എനർജിയാണ്. അടുക്കിപ്പെറുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ എംപറർ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അടുക്കി പെറുക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ വർക്ക് പ്ലേസിൽ നിങ്ങൾ നിങ്ങളുടെ ഇടം അടുക്കി പെറുക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ടാവും. അത്തരത്തിലൊക്കെയുള്ള ഒരു എനർജിയാണ് എംപറർ കേട്ടോ.
പിന്നെ അച്ഛനുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അച്ഛനെ കാണുക, അച്ഛനെ വിളിക്കുക, അച്ഛനുമായി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക, അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എംബറർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മേലധികാരികൾ ചിലപ്പോൾ നിങ്ങളോട് അവരുടെ ഈഗോ കാണിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ യൂണിഫോം ജോബ്സ് വന്നിട്ടുള്ള ആളുകളുമായിട്ട് സമ്പർക്കപ്പെടുക, അതായത് കോടതി കേസ്, അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകേണ്ടി വരിക, ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പോകേണ്ടി വരിക, അതായത് നമ്മൾ നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ എംബറർ ആയിരിക്കുന്ന അല്ലെങ്കിൽ റൂളേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് എംബറർ. അത് കോടതിയാകാം, യൂണിഫോം ഇട്ട ജോബുള്ള ആരെങ്കിലും ആവാം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകാം, അല്ലെങ്കിൽ മേലധികാരികളാകാം. അവരോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന ഒരു എനർജിയാണ് എംബറർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദെൻ 6 ഓഫ് കപ്സ് ഒരു റിയൂണിയൻ്റെ കാർഡാണ്. ഇത് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡും കൂടിയാണ്. പാസ്റ്റ് ലൈഫിലെ സിബ്ലിങ്സ് ആയിരുന്ന ബ്രദർ ഓർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ തമ്മിലുള്ള റിയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെയുള്ള റിലേഷൻഷിപ്പുകളിലുള്ള റിയൂണിയൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ഓഫർ വരിക, അവരുടെ ഭാഗത്തുനിന്ന് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുക, അത്തരത്തിലുള്ള എനർജി ഉണ്ട്. പിന്നെ സിബ്ലിങ്സിൻ്റെ ഭാഗത്തു നിന്നല്ലാതെ മറ്റ് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ്, സർപ്രൈസ് ഒക്കെ കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റോ സർപ്രൈസ് ഒക്കെ തരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു റിയൂണിയൻ്റെ കാർഡ് തന്നെയാണ്. പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ജന്മം മുന്നേ അറിയാവുന്ന ആൾ, അതായത് നിങ്ങളുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരാൾ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരിക്കാം, കൂടെ ജോലി ചെയ്ത ആളായിരിക്കാം, നിങ്ങളുടെ ഒരുപാട് കാലം നിങ്ങളുടേതായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിലുണ്ടായിരുന്ന ആളുകളായിരിക്കാം, ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഇല്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. അതായത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കാം, വ്യക്തികളായിരിക്കും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ ചിലപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയോ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളെയോ നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുകയോ ചെയ്യുന്നതായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ നൊസ്റ്റാൾജിക് ഫീലിങ്സ് തരുന്ന ഒരിടങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ്. നൊസ്റ്റാൾജിയ നിങ്ങളിലുണ്ടാക്കുന്ന ആളുകളോ ഇടങ്ങളോ നിങ്ങളിന്ന് സന്ദർശിക്കുകയോ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. പ്ലസ് ഒരു റീയൂണിയൻ്റെ കാർഡ് കൂടിയാണ്. റീയൂണിയൻ ആണെങ്കിൽ അത് പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള റിലേഷൻഷിപ്പാണെന്ന് ഓർക്കണം. ദെൻ 10 ഓഫ് സോർഡ്സ് ആണ്. ഇത് എയ്റ്റ് ഓഫ് കപ്പും 5 ഓഫ് പെൻറ്റക്കിൾസും ആണ്. ഇത് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന എനർജിയാണ്. അതായത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്കൊക്കെ വരുന്ന ഒരു എനർജിയാണ് ഈ 10 ഓഫ് സോർഡ് എന്ന് പറയുന്നത്. അതായത് ബാക്ക് സ്റ്റാബിങ് ആണ്. ചിലപ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്ങിലേക്ക്, ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റും അതുപോലെ മാനസികവും ശാരീരികമായിട്ടുള്ള ഒരു ഇംബാലൻസും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ഇംബാലൻസ് കൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതും മറ്റുള്ള ആളുകളെ വെറുപ്പിക്കുന്നതും ആകാം. അങ്ങനെ നിങ്ങൾ തന്നെ പെയിൻ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കാരണം മറ്റുള്ളവർ പെയിൻ അനുഭവിക്കുന്നതോ ആകാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് ചിലപ്പോൾ എൻ്റെ പാവുന്നതാകാൻ സാധ്യതയുണ്ട്. കാരണം വന്നേക്കുന്ന കാർഡ്സ് ഒന്ന് 5 ഓഫ് പെൻറ്റക്കിൾ, ഒന്ന് 8 ഓഫ് കപ്പുമാണ്. അപ്പോൾ ഇമോഷണലാണ്. അപ്പോൾ ഇമോഷണൽ ഇംബാലൻസ് കാരണം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇംബാലൻസും കൂടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്. അതായത് മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാലിനൊക്കെ വേദന, കാലിന് എന്ത് തരം വേദന എന്ന് പറയുന്നില്ല, നടക്കാൻ പറ്റാത്ത എനർജി ആയിരിക്കും. നടക്കാൻ പറ്റാത്ത വേദനയോ മുറിവോ ഒരയുന്നതോ, പിന്നെ കാലിന് മുറിവ് വന്നിട്ട് നമുക്ക് ഉണങ്ങാത്ത അവസ്ഥയോ അങ്ങനെയൊക്കെ ആയിരിക്കാം കേട്ടോ. കാലാവാം, കൈയാവാം, ഷോൾഡർ ആവാം, നെക്കാവാം. അങ്ങനത്തെ പെയിനുകൾ എന്തെങ്കിലും കൊണ്ടാവാനോ ഒക്കെ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് വന്നിരുന്ന് പറഞ്ഞ് തെറിവിളിക്കും, എന്തായാലും തെറിവിളിക്കും. ദെൻ ബോട്ടം വന്നിരിക്കുന്ന എംപ്രസ് ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഇതൊരു അബണ്ടൻസിൻ്റെ കാർഡാണ്, അതുപോലെ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് സ്നേഹിക്കുക, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങൾ പുറത്തെടുക്കുക, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക, നിങ്ങളെ ഏറ്റവും നന്നായിട്ട് നിങ്ങളെ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നോ അത്രത്തോളം മറ്റുള്ളവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ തോന്നും. അപ്പോൾ അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ആരാധിക്കുക, നിങ്ങൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, ചില ആളുകൾക്ക് നിങ്ങളിൽ അട്രാക്ഷൻ തോന്നുന്നതായിരിക്കാം. അതൊക്കെയാണ് എംപ്രസ് എനർജി പറയുന്നത് കേട്ടോ. ഇതൊരു ഫെർട്ടിലിറ്റിയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ കാർഡാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി മീൻസ് സെക്ഷുവാലിറ്റിയും കൂടെ വരുന്നുണ്ട്.
അങ്ങനെ ഒരു എനർജി ഉണ്ട്. അതിൻ്റെ കൂടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത്രയൊക്കെ ഒരു എനർജിയാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഇതാണ് മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. എന്താണ് ലവേഴ്സിന് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിന് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ലവേഴ്സിന് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. നിങ്ങൾക്കുള്ള ഫീലിങ്സ് റിയലാണ്, വർത്ത് എക്സ്പ്ലോറിങ് ആണ്. നിങ്ങളിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് കേട്ടോ. അത് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ്. പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഈ വള്ളി നിങ്ങളെ വിട്ടിട്ട് പോകില്ല. ഓക്കെ, നെക്സ്റ്റ് പാഷനാണ്. അലവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ് ആണ്. ഇത് നിങ്ങൾ സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ പൂട്ടിക്കെട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വിസിബിൾ അല്ല, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും വേണ്ട രീതിയിൽ മോൾഡ് ചെയ്യപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് കാണിക്കുക. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യപ്പെടട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് നോയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നോ കാർഡുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ മനസ്സിലുണ്ട്, ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ നിൽക്കുവാണെങ്കിൽ ഇന്നത്തെ ഉത്തരം നോയാണ്. എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്, നോയാണ് കേട്ടോ. സെക്കൻഡ് കോംപ്രമൈസാണ്. ഒരു വഴക്കിനൊക്കെ ഒരു സാധ്യത വരുവാണെങ്കിൽ വഴക്കിനൊന്നും പോകണ്ട, നോയാണ്. കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. കോംപ്രമൈസ് ചെയ്തേക്ക്, വഴക്കിനൊന്നും പോകണ്ട. ദെൻ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്നത്തേക്ക് നടക്കുമെന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ആണ്. അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടാം, എന്ത് കമൻറ്റും ഇടാം. പക്ഷേ അത് കുറച്ച് സഭ്യമായ രീതിയിലിടണം. എനിക്കും നിങ്ങൾക്കും കാര്യം മനസ്സിലായാൽ മതി. ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകളാണ് ഏറ്റവും വലിയ ആയുധം. വാക്കുകൾ കൊണ്ടാണ് നമുക്ക് ഏറ്റവും ആഴത്തിൽ ആളുകളെ മുറിവേൽപ്പിക്കാൻ പറ്റുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുറിവുകൾ കൊടുക്കാൻ പറ്റുന്നത് വാക്കുകൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.